സാറേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആക്രമണത്തിൽ 9 എയർബേസുകളാണ് പാകിസ്ഥാൻ്റെ തകർന്നത്. എന്നാൽ അവിടെ മനഃപൂർവ്വമാണോ അതോ വിട്ടുപോയതാണോ അറിയത്തില്ല. കറാച്ചിയുടെ കാര്യം പറഞ്ഞില്ല, പക്ഷേ ഇന്നലെ അതിൻ്റെ സൂചനകളും പുറത്തു വന്നല്ലോ. അതെ, കറാച്ചിയിൽ തകർത്തത് മാലിർ കന്റോൺമെന്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. സത്യത്തിൽ ഈ സ്ഥലത്തിന്റെ തന്നെ പേര് മാലിർ കന്റോൺമെന്റ് എന്നാണ്. അത് ചില സ്ഥലങ്ങൾക്ക് അങ്ങനെ വരുമല്ലോ. അതെ, ഇപ്പൊ കുറെ പട്ടാള കന്റോൺമെന്റ് എന്ന് പറയും അങ്ങനെ. അപ്പോൾ ഇത് പ്രധാന നഗരങ്ങളിലൊക്കെ ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞു. കറാച്ചിയുടെ പേരും കൂടി വന്നതോടുകൂടി ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, ലാഹോർ, സിയാൽകോട്ട്, സർഗോദ, കറാച്ചി എല്ലാ നഗരങ്ങളിലും ആക്രമണം നടത്തി. അപ്പോൾ 12 പ്രധാന വ്യോമതാവളങ്ങൾ, 3 കമാൻഡുകൾ, നോർത്ത്, സെൻട്രൽ, ഈ സദേൺ, അതായത് പാകിസ്ഥാനുള്ളത് 12 വ്യോമതാവളങ്ങളാണ്. ഏതാണ്ട് എല്ലായിടത്തും നമ്മൾ ചെന്നിരിക്കുന്നു, റഡാർ സ്റ്റേഷനുകളും. അവർക്ക് 3 കമാൻഡുകളാണുള്ളത്, നോർത്ത്, സെൻട്രൽ, സൗത്ത്. അപ്പോൾ പിന്നെ ഈ കന്റോൺമെന്റ് ഇത്തരം ഭാഗങ്ങളിലൊക്കെ സപ്പോർട്ട്, പിന്നെ റിപ്പയർ, അറ്റകുറ്റപ്പണി, ഗതാഗതം, ലോജിസ്റ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ഭരണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് ഈ കന്റോൺമെന്റ് ഇപ്പോൾ ഈ കറാച്ചിയിൽ എന്ന് പറയുന്നത്. പിന്നെ പസ്രൂർ, സിയാൽകോട്ട്, അവിടെ പസ്രൂറും സിയാൽകോട്ടുമാണ് റഡാർ സ്റ്റേഷനുകൾ ആക്രമിച്ച് തകർത്തത് നമ്മൾ, അതും വ്യക്തമാണിപ്പോൾ. പിന്നെ റാഫിക്കി, ഷർക്കോട്ട്, നൂർഖാൻ, റാവൽപിണ്ടി, മുരീദ്, ഈ ചക്വാൽ, റഹ്മിയാർ ഖാൻ, സുക്കൂർ, ചുനിയാൻ, ഈ വ്യോമതാവളങ്ങളൊക്കെയാണ് തകർത്തിരിക്കുന്നത്. ഇതിൽ ഈ സർഗോദ എന്ന് പറഞ്ഞ വ്യോമതാവളത്തിൻ്റെ അടുത്താണ് ഈ കിരാന എന്ന് പറഞ്ഞ ആണവ നിലയം ഉള്ളത്. അത് ഒരു മലയാണ്. ആ മലയിലേക്ക് ഈ വ്യോമതാവളത്തിൽ നിന്ന് ലിങ്ക് ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മുഷാഫ് എന്നുള്ളതാണ് സർഗോദയിലെ വ്യോമതാവളത്തിൻ്റെ പേര്, മുഷാഫ് വ്യോമതാവളം. ആ വ്യോമതാവളത്തിൽ നിന്ന് വലിയ ദൂരമൊന്നും ഈ കിരാന എന്ന് പറഞ്ഞാൽ അതൊരു സത്യത്തിൽ അത് ഈ വലിയ ആണവ കേന്ദ്രങ്ങളുടെ പട്ടികയിലൊന്നും സാധാരണഗതിയിൽ കാണാത്തൊരു സ്ഥലമാണ് പാകിസ്ഥാന്റെ. പക്ഷേ ഈ മുഷഫ് വ്യോമതാവളം തകർത്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളായിരിക്കും. ഇപ്പൊ എന്തായാലും ഈ ഭൂകമ്പങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ല എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സ്ഥലത്തൊന്നുമല്ല, ഭൂകമ്പം ഒക്കെ വേറെ സ്ഥലങ്ങളിലാണ്. ഇതല്ലാതെയും ലോകത്ത് ഭൂകമ്പം ഉണ്ടാവാമല്ലോ. എൻ്റെ കുട്ടിക്കാലത്താണ് ഈ ഇന്ത്യയിൽ കൊയ്ന എന്ന് പറഞ്ഞിട്ടൊരു ഭൂകമ്പം ഉണ്ടായത്. മഹാരാഷ്ട്ര കൊയ്ന ഭൂകമ്പം. കാരണം നമുക്ക് ഭൂകമ്പമൊന്നും വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മളെല്ലാവരും സഹായങ്ങൾ കൊടുക്കുക, ഈ തുണിയൊക്കെ ഇല്ലേ വീട്ടിലെ പഴയ അങ്ങനെ. കൊയ്ന ഭൂകമ്പം വലിയ സംഭവമായിരുന്നു അന്ന്, വലിയ പരിചയം. ഒരു അണക്കെട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. അവിടെ ഒരു അണക്കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് കൊയ്നയില് ആണവ കേന്ദ്രമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ ഭൂകമ്പം ഉണ്ടായത്. ഭൂകമ്പം എവിടെയും ഉണ്ടാകാം. അപ്പോൾ അവിടുത്തെ അതുമായിട്ട് ഈ വ്യോമതാവളം തകർത്തതുമായിട്ട് അതിന് ബന്ധമുണ്ടാകാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ സമയത്ത് ഈ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ന്യൂക്ലിയർ എനർജി സപ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് B-35 AMS എന്ന് പറഞ്ഞവരും കണ്ടു എന്ന് പറഞ്ഞിട്ട് ചിലർ ഓൺലൈനിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ, ഫ്ലൈറ്റ് റഡാർ 24 അതിൻ്റെ ഇതൊക്കെ വെച്ചു. പക്ഷേ ഈ വികിരണം ഒക്കെ അളക്കുന്ന അമേരിക്കയുടെ ഒരു വിമാനം, പക്ഷെ ഇതുപോലൊരു വിമാനം പാകിസ്ഥാൻ ഓൾറെഡി ഉണ്ട്. ഇത് വികിരണം അളക്കുന്ന വിമാനം മാത്രമല്ല, അത് ചാരപ്രവർത്തനം, ലോജിസ്റ്റിക്സ്, യുദ്ധവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും B-35, B-350 വിമാനം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ന്യൂയോർക്ക് ടൈംസിലൊരു പഴയ അമേരിക്കൻ ഓഫീസർ, ഈ പാകിസ്ഥാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നൊരു ഓഫീസർ പറഞ്ഞതായിട്ട് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആണവ കമാൻഡ് അതോറിറ്റി തകരും എന്നുള്ള പേടി പാകിസ്ഥാനുണ്ട്. അപ്പോൾ
അതുകൊണ്ട് ഈ നൂർഖാൻ വ്യോമതാവളം മിസൈൽ കൊണ്ട് ആക്രമിച്ചല്ലോ. അപ്പോൾ ആ വ്യോമ ആക്രമണത്തിന് ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കാം ആണവ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട്. എനിക്ക് തോന്നുന്നു അതല്ലാതെ സർഗോദയുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. സാർ, ഈ നൂർഖാൻ എന്ന് പറയുന്ന എയർബേസ് സാധാരണ VVIPകളൊക്കെ ഉപയോഗിക്കുന്നതാണ്, അങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു നിർണായകമായ എയർപോർട്ട് എന്ന് തന്നെ പറഞ്ഞുകൂടെ? അത് നിർണായകമായ എയർപോർട്ടിന്റെ അല്ല ഞാൻ പറയുന്നത്. ഈ കിരാന ആണവ നിലയത്തിന്റെ അടുത്തുള്ളത് സർഗോദ വ്യോമതാവളം. അതാ ഞാൻ പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അയാൾ ഈ ന്യൂയോർക്ക് ടൈംസ് ഇവിടുത്തെ മാപ്രകളെ പോലെ തന്നെയാണ്, ഒരുപാട് വൃത്തികേടുകൾ അടിച്ചുവിടുന്നതാണ്. അവരാണ് ആ സീക്വൻസ് ഒക്കെ തെറ്റിച്ച് JD വാൻസ് മോദിയെ വിളിച്ച കാര്യമൊക്കെ സീക്വൻസ് തെറ്റിച്ചിട്ടാണ്, ഒരു ദിവസം മാറി ഒക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഈ വ്യോമതാവളങ്ങൾ ആക്രമിക്കുന്നതിന്റെ തലേന്നാണ് വാൻസ് വിളിക്കുന്നത്. പക്ഷെ ഇവരച്ചടിച്ചിരുന്നത് തിരിച്ചായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് അറ്റാക്കിന് ശേഷം വിളിച്ചു, വെടിനിർത്തലിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ച് JD വാൻസ് വിളിക്കുന്നു. അപ്പോൾ ഡീപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഫാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോദി സംസാരിക്കുന്നത്. ഞങ്ങൾ ആക്രമിക്കും എന്ന് തന്നെയാണ്. വാൻസിനോട് മോദി പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസിൽ ഉണ്ടായിരുന്നില്ല. വെടിനിർത്താമെന്നൊന്നുമല്ല മോദി പറഞ്ഞത്, നമ്മൾ പാകിസ്ഥാൻ ഇങ്ങനെ കാണിച്ചാൽ കുറേയും കൂടി ആഴത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വരും എന്നുള്ളതായിരുന്നു ആ വാചകം. അപ്പോൾ അങ്ങനെയാണ് അത് സംഭവിച്ചിരുന്നത്. അപ്പോൾ ഈ B350 എന്ന് പറയുന്ന ഈ വികിരണം അളക്കും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചതായിട്ട് പറയുന്ന വിമാനം 2010 അങ്ങനെ ഒരു വിമാനം പാകിസ്ഥാൻ പട്ടാളത്തിന് അമേരിക്ക കൊടുത്തിട്ടുണ്ട്, പാകിസ്ഥാൻ ആർമി ഏവിയേഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് തെറ്റിദ്ധരിച്ചതുമാകാം എന്നിപ്പോൾ ഒരു വേർഷൻ വരുന്നുണ്ട്. US നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ NNSA ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി DOE അതിൻ്റെ ഒരു ബീച്ച് ക്രാഫ്റ്റ് സൂപ്പർ കിങ് എയർ 350 അത് ആണ് ഈ B350 എന്ന് പറയുന്നത്, ആണവ സുരക്ഷയ്ക്കായിട്ട് ബന്ധപ്പെട്ടത്. അത് ഏരിയൽ മെഷറിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ്, റേഡിയേഷൻ മോണിറ്ററിങ് അതിനൊക്കെ വേണ്ടി. പക്ഷേ അത് മറ്റ് കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, സർവെയിലൻസ്, റെക്കി, ഈ വക കാര്യങ്ങൾക്കൊക്കെ, ഇൻ്റലിജൻസ് ഗാദറിങ്, ചാരപ്രവർത്തനം, അതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആൻറ്റി സബ്മറൈൻ വാർഫെയറിന് ഉപയോഗിക്കാം, അന്തർവാഹിനികൾക്കെതിരായ യുദ്ധത്തിന്. അല്ലാതെ ഈ വികിരണം അളക്കാൻ വേണ്ടി മാത്രമല്ല. ഒരു വിമാനം വന്നതുകൊണ്ട് അത് വികിരണം അളക്കാനാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഈ ഭൂകമ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അപ്പോൾ അങ്ങനെയാണത്. അഫ്ഗാനിസ്ഥാൻ, കാനഡ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങൾക്കൊക്കെ അമേരിക്ക ഈ വിമാനം കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ അമേരിക്കയുടെ മാത്രമായിട്ടും കരുതേണ്ടതില്ല. സിന്ധിൽ ഈ കറാച്ചിയിലെ ഒരു നഗരമാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ മാലിർ കന്റോൺമെന്റ് എന്ന് പറയുന്നത്. സിന്ധിലാണ് കറാച്ചി, സിന്ധ് ജില്ലയിൽ. ആ കറാച്ചിയിലെ നഗരമാണ് ഈ മാലിർ കന്റോൺമെന്റ്. 1941 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത കന്റോൺമെന്റാണ്. അത് പ്രത്യേകിച്ച് ഈ 2ാം ലോകയുദ്ധകാലമായിരുന്നല്ലോ. 1939 2ാം ലോകയുദ്ധം തുടങ്ങി. അപ്പോൾ പെട്ടെന്നൊരു കന്റോൺമെന്റ്, അന്ന് പാകിസ്ഥാനല്ല, ഇന്ത്യ ആണല്ലോ, ഇന്ത്യയാണ് വലിയ രാജ്യം. അപ്പോൾ ഒരു കന്റോൺമെന്റിന്റെ ആവശ്യം ഉണ്ടാക്കിയതാണ് 2ാം ലോകം. സിന്ധിലെ തെക്കൻ മേഖലയിലാണ് ഈ കന്റോൺമെന്റ് വരുന്നത്. 1,80,000 പേര് കന്റോൺമെന്റിലുണ്ട്, പാർക്കുന്നുണ്ട്. ജനസംഖ്യ അത്രയാന്ന് പറയാം. കറാച്ചി നഗരത്തിൽ നിന്ന് 35 കിലോമീറ്ററാണ് ഈ മാലിർ കന്റോൺമെന്റിന്, ഇന്ത്യ ആക്രമിച്ച ഈ കന്റോൺമെന്റ്. കറാച്ചി തുറമുഖത്തിന് പുറത്ത് നമ്മുടെ വിമാനവാഹിനി, അന്തർവാഹിനി, ജെറ്റുകൾ എല്ലാം സ്ട്രൈക്കിംഗ് പൊസിഷൻ എടുത്തിരുന്നു എന്ന് നമ്മുടെ നേവിയുടെ ഡയറക്ടർ അല്ലെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ പറഞ്ഞിരുന്നു. നമ്മൾ ആക്രമിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അത് പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതാണ് പെട്ടെന്നുള്ള അല്ലേ മാറ്റത്തിൽ ഒരുപാട് തരം കാരണങ്ങളുണ്ട്, അങ്ങനെയും വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.